CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വിനാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. വലിയൊരു പോലീസ് സന്നാഹമൊക്കെയാണ് ഈ ഒരു ED ഓഫീസിന് മുന്നിലുള്ളത്. വിനാട്ടിയെ ഇത്തരത്തിൽ ED ഓഫീസിൽ കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് തിരികെ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ ഇന്ന് കൊച്ചി ED ഓഫീസിലാണ് നടക്കുന്നത്. വിവരങ്ങളുമായി D ബിനോയാണ് ചേരുന്നത്. ബിനോ, എന്തായാലും ഇന്നാണ് ആ ഒരു നിർണായക ചോദ്യം ചെയ്യൽ. വിനാട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിനാട്ടി എന്ത് മറുപടി പറയും എന്നത് തന്നെയല്ലേ നിർണായകം? തീർച്ചയായും അത് തന്നെയാണ്. EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വ്യക്തത അനിവാര്യമാണ്. എന്തിനാണ് എക്സാലോജിക്ക് ഇത്രയധികം പൈസ CMRൽ നിന്ന് സ്വീകരിച്ചത്? ഇത് സംബന്ധിച്ച ഇതുവരെയായും ഒരു രൂപമോ ഒരു രേഖയോ ഇവരുടെ കൈവശം ലഭിച്ചിട്ടില്ല, EDക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ CMRലിൻ്റെ രേഖകളിൽ എക്സാലോജിക്കിന് 2.78 കോടി രൂപ നൽകിയതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന പൈസ എന്തിനു വേണ്ടിയാണ് വീണ അല്ലെങ്കിൽ വീണ ഉപയോഗിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും SFIOയുടെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിൻ്റെ ആദായ നികുതി ബോർഡിൻ്റെ മുമ്പിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പണം നൽകിയെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയ്ക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ എത്തിയിരുന്നു. അന്ന് നടത്തിയ പരിശോധനയിലും ഡയറി കുറിപ്പുകളിൽ നിന്നുമാണ് ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CMRൽ നിന്നും പൈസ കൈപ്പറ്റിയവരുടെ ഉൾപ്പെടെയുള്ള പേരുവിവരങ്ങൾ ലഭിക്കുന്നത്. അതിനുശേഷമാണ് ആദായ നികുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലയ്ക്ക് ധനവകുപ്പിൻ്റെ തന്നെ അധീനതയിലുള്ള 2 ഏജൻസികൾ SFIOയ്ക്ക് ആദ്യം കൈമാറുന്നു. SFIO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴേക്കും SFIO കൃത്യമായും അവരുടെ ആദ്യഘട്ട അന്വേഷണം എന്ന നിലയ്ക്ക് എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനിയിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ഈ കമ്പനി ഒരു പേപ്പർ കമ്പനിയാണോ അല്ലെങ്കിൽ ഈ കമ്പനി രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത SFIOയ്ക്ക് വേണ്ടി വന്നിരുന്നു. പക്ഷേ SFIOയുടെ ഒരു അന്വേഷണത്തിലെ ഒരു പ്രധാന കാര്യം, കാരണം CMRL എന്ന് പറയുന്ന റൂട്ടൈൽ കമ്പനി, മിനറൽസ് ആൻഡ് റൂട്ടൈൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാലോജിക്കിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു സഹായം അനിവാര്യമല്ല. കാരണം സാധാരണ വൻകിട IT സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളാണ് എക്സാലോജിക് പോലുള്ള കമ്പനികൾ നൽകാറുള്ളത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നൽകാറുള്ളത്. CMRലിനെ പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിനാണ് ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ED ചോദ്യം ചെയ്യലിലേക്ക് എത്തിയപ്പോഴേക്കും പ്രധാനമായും എക്സാലോജിക്കിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് വീണ ടിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ ടിയെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ 2020 വരെ അവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അതായത് ഇമെയിൽ സംബന്ധിച്ചുള്ള ഇടപാടുകൾ, ആ ഇമെയിലുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകളുമായി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള മറ്റ് രീതിയിലുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ED ഇപ്പോൾ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും EDയുടെ അന്വേഷണം ആരംഭിച്ചതും. ആ ആദ്യഘട്ടത്തിൽ CMRലിൻ്റെ ആളുകളിൽ നിന്നും, പ്രത്യേകിച്ച് ശശിധരൻ കർത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല CMRലുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയപരമായ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് CMRൽ. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ആ കമ്പനിയുടെ ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പലതരത്തിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കമ്പനിയുമായി ഈ എക്സാലോജിക്കിന് ഉള്ള സാധ്യത, അല്ലെങ്കിൽ എന്തിനാണ് എക്സാലോജിക്ക് ഇത്തരത്തിൽ ഒരു പിന്തുണ നൽകുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത അനിവാര്യമാണ്. ആ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് SFIOയുടെ മുന്നിലേക്ക് എക്സാലോജിക്ക് ഈ 2.78 കോടി രൂപ കൈപ്പറ്റിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് SFIO നടത്തിയപ്പോഴേക്കും CMRലിൻ്റെ രേഖകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ 134 അനുബന്ധ രേഖകൾ, അതായത് ഓരോ പ്രാവശ്യവും ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ആ ഇടപാടുകൾക്ക് നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ, അങ്ങനെ തുടങ്ങിയ ഇത്
ഒപ്പം തന്നെ ഓരോ മാസവും എക്സാലോജിക്കും വീണയും കൈപ്പറ്റിയിരിക്കുന്ന തുകകൾ, ആ തുകകൾ കൈപ്പറ്റിയപ്പോൾ തിരിച്ചു നൽകിയിട്ടുള്ള റെസീറ്റുകൾ വല്ലതുമുണ്ടോ, അങ്ങനെയുള്ള പരിശോധനകളൊക്കെ കൃത്യമായും SFIO നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വീണയെ ചെന്നൈയിലുള്ള ഓഫീസിലേക്ക് SFIO വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആ റിപ്പോർട്ടുകൾ കൂടി കോടതിയുടെ അനുമതിയോടുകൂടി ED ശേഖരിച്ചതിന് ശേഷമാണ് ED ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ നിന്നും എക്സാലോജിക്കും CMRലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രേഖ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ EDക്കുണ്ട്. പക്ഷേ CMRൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ തുക ED എന്തിന് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ട എക്സാലോജിക്ക് ഈ തുക എങ്ങനെയൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്, അത് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു ചിത്രം അനിവാര്യമാണ്. അതാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെയ് മാസം 27-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ, തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ED ഒരു പരിശോധന നടത്തുന്നതും അന്ന് അവിടുന്ന് പിടിച്ചെടുക്കപ്പെട്ട രേഖകൾ, അത് ബാങ്ക് രേഖകളാണ്. ആ ബാങ്ക് രേഖകൾ അനുസരിച്ചുകൊണ്ട് ആ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഒപ്പം തന്നെ ഈ എക്സാലോജിക്കും CMRലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രേഖകളും ഒക്കെ തന്നെ ബാങ്ക് രേഖകളെല്ലാം മരവിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ വീണ ടിയെ സംബന്ധിച്ചോളം അവർക്ക് ചില ബാങ്ക് ലോക്കറുകളുണ്ട്. ആ ബാങ്ക് ലോക്കറുകളിൽ CMRലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ രേഖകൾ ഏതാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആ രേഖകൾ കൂടി കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു പക്ഷേ ആ ലോക്കർ ഉൾപ്പെടെ തുറന്നു പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ പരിശോധിച്ച് കാണും ED. ആ രേഖകൾ കൂടി സമാഹരിച്ചതിന് ശേഷമായിരിക്കാം ED ഒരു പക്ഷേ വീണ ടിയിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് വ്യക്തമായി പറയാം. കാരണം ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യം അവരെ ചോദ്യം ചെയ്യലിൽ വിളിച്ചിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് അവർ പിന്മാറിയിരുന്നു. വീണ്ടും വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ബുധനാഴ്ചത്തേക്ക് വീണ്ടും ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ആ ഹാജരാകലിന് അവർ കൃത്യമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പമാണ് ഈ EDയുടെ കൊച്ചിയിലുള്ള ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ എത്തിയിട്ട് ഏകദേശം 15 മിനിറ്റോളം സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ EDയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം രേഖകളെല്ലാം തന്നെ EDയുടെ കൈവശമുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യാവലി ED തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ED കടക്കാനുള്ള സാധ്യത. ഇങ്ങനെ SFIയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് CMRലിൻ്റെ ഉടമകളെയും ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ കമ്പനിയിലെ ഉടമ ആണ് ഈ CMRലിൻ്റെ കമ്പനികളുമായി ബന്ധപ്പെട്ട അനുബന്ധ കമ്പനികളുടെയൊക്കെ ഉടമകൾ CMRലിൻ്റെ MD ശശിധരൻ കർത്തയുടെ മക്കളാണ്. ആ 2 മക്കൾ 2 പേരുടെയും പേരിൽ മറ്റു ചില കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ഒക്കെ തന്നെ സാമ്പത്തിക രേഖകൾ ED പരിശോധിക്കുന്നുണ്ട്. ആ കമ്പനികളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ എക്സാലോജിക്കിനുള്ള ഇങ്ങനെ തുടങ്ങി നിരവധിയായ തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും പരിശോധനകളും ഇപ്പോൾ വലിയ തരത്തിൽ പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് വീണ ടിയിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നത്. ബിനോയ്, നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു